പ്രിയമുള്ളവരെ മനസ്സ് നന്നാവട്ടെ. മൈ ഭാരത് പോർട്ടലിൽ യൂത്ത് അല്ലെങ്കിൽ വളണ്ടിയർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ മൈ ഭാരത് പോർട്ടൽ എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള നമ്മുടെ രാജ്യത്തെ യുവാക്കളെ എംപവർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നൽകുന്നതിനും വേണ്ടി മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് നടപ്പിലാക്കി വരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൈ ഭാരത് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു NSS വളണ്ടിയർ എസ്പെഷ്യലി എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ബ്രൗസറിനകത്ത് മൈ ഭാരത് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ആദ്യത്തെ ലിങ്ക് തന്നെയാണ് മൈ ഭാരതിൻ്റെ ഹോം പേജിലേക്കുള്ള ലിങ്ക്. ഇതാണ് മൈ ഭാരത് പോർട്ടലിലെ ഹോം പേജ്. ഇതിൽ രജിസ്റ്റർ നൗ എന്ന് ആ ഒരു ലിങ്ക്, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബ്ലൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ടോ ഇമെയിൽ ID വെച്ചുകൊണ്ടോ സൈനപ്പ് ചെയ്യാം, അതായത് അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യാം. ഇനി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും ലോഗിൻ ചെയ്യാൻ ഇതേ ഒരു പേജ് തന്നെയാണ് ഉപയോഗിക്കുക. ഒരു OTP വരും. OTP ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് വെരിഫൈ OTP നൽകുക. ഈ ഒരു പേജാണ് നമ്മുടെ യൂസറുടെ വിവരങ്ങൾ നൽകുന്നതിനുള്ള പേജ്. ഇവിടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, പാസ്വേഡ് ഉൾപ്പെടെ കുറച്ച് കാര്യങ്ങൾ നൽകാനുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റാർ ഇട്ടതാണ് മാൻഡേറ്ററി ഫീൽഡുകൾ, ബാക്കിയുള്ളത് ഫില്ല് ചെയ്യണമെന്നില്ല. ലാസ്റ്റ് നെയിം കൊടുക്കാം. ദെൻ പാസ്വേഡ് സെലക്ട് ചെയ്യുമ്പോൾ 8 to 15 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ലെറ്ററും ഒരു ലോവർ കേസ് ലെറ്ററും 1 ഡിജിറ്റും ഒക്കെ വരണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉൾപ്പെടെ വരണം. ആ ഒരു ഫോർമാറ്റ് പ്രകാരം ഒരു പാസ്വേഡ് കൊടുക്കുക. ഏറ്റവും എളുപ്പം നമ്മുടെ പേരിൽ മറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, കൊടുക്കണമെന്നില്ല, അങ്ങനെ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇയർ കൊടുക്കാം, ജെൻഡർ കൊടുക്കുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ പഞ്ചായത്താണെങ്കിൽ റൂറലും, മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ആണെങ്കിൽ അർബനുമാണ് വരിക. ഇവിടെ അർബന് കൊടുത്തു. ഇവിടെ പിൻകോഡ് കൊടുക്കുക. അടുത്തതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം, യൂത്ത് ടൈപ്പ് ഏതാണെന്നുള്ളത്. NSS എന്ന് നിർബന്ധമായും സെലക്ട് ചെയ്യണം, NSS വളണ്ടിയേഴ്സ് ആയതുകൊണ്ട്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് പൊതുവേ UG അല്ലെങ്കിൽ PG ഒക്കെയാണ് വരിക. അവിടെ നമ്മൾ UG കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് യൂണിവേഴ്സിറ്റി അല്ല, കോളേജാണ്. കോളേജ് സെലക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി ഉള്ളവർ യൂണിവേഴ്സിറ്റി കൊടുക്കാം. അടുത്തത് വീണ്ടും കോളേജിൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കോളേജിൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. പാലക്കാട് സെലക്ട് ചെയ്തു. ദെൻ കോളേജിൻ്റെ പേര് ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നുള്ളതാണ് ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര്, അതുകൊണ്ട് ഞാൻ കോളേജ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ സ്പോർട്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കേണ്ടതില്ല. തൊട്ട് താഴെ കൺസെൻറ്റ് ബട്ടൺ ടിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് കൊടുക്കുക. ദെൻ ഇത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയി, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ മൈ ഭാരത് പോർട്ടലിൻ്റെ ഹോം പേജ്. ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തത് കാണാം. ബാക്കിയുള്ള ഈ കാര്യങ്ങളെല്ലാം ആ പ്ലസ് എന്ന് കാണുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇനി ലോഗിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. താങ്ക്